അപ്പോൾ നമ്മുടെ അടുത്ത മത്സരാർത്ഥി ശ്രീനുവാണ്. നമ്മുടെ ഇന്നത്തെ പ്രൊഡിക്ഷൻ ലിസ്റ്റിൽ ഞാൻ പറഞ്ഞതാണ്, നമ്മുടെ ഏഷ്യാനെറ്റ് എന്ന സീരിയലിലൂടെ വളരെ പോപ്പുലറായ ഒരാളാണ്. അപ്പോൾ നമുക്കെല്ലാവർക്കും അറിയാം പുള്ളിക്കാരി ഒരു മലയാളിയല്ല, ചെന്നൈ മലയാളി. കുറച്ച് മലയാളം അറിയാം, കുറച്ച് തമിഴുമാണ്. ജനിച്ചതൊക്കെ ഇവിടെയാണ്, ചെന്നൈയിലൊക്കെ ആയിട്ടാണ് വളർന്നതൊക്കെ, അതുകൊണ്ട് തന്നെ മലയാളം ശരിക്കും അറിയില്ല. അപ്പോൾ ഇത്തവണ ശ്രീനുവിൻ്റെ പെർഫോമൻസ് എങ്ങനെ ഇരിക്കും നമുക്ക് കാത്തിരുന്ന് കാണണം. അപ്പോൾ തീർച്ചയായിട്ടും സീരിയലൊക്കെ കാണുന്ന ആളാണെങ്കിൽ ശ്രീനുവിനെ കുറിച്ച് അറിയായിരിക്കും. എന്തായാലും ഒരു അടിപൊളി ഡാൻസറാണ്. പിന്നെ പുള്ളിക്കാരുടെ ഹോബിയൊക്കെ ആയിട്ട് പറഞ്ഞത് പടം വര, അതുപോലെ തന്നെ ഡാൻസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. ബാക്കി ഡീറ്റെയിൽസ് കാര്യങ്ങളൊന്നും ഇപ്പം നമുക്ക് വ്യക്തമായിട്ടില്ല. എന്തായാലും വരുന്ന ദിവസങ്ങളിൽ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ അറിയാൻ പറ്റുന്നതായിരിക്കും. എന്തായാലും ഒരു അടിപൊളി ഡാൻസറാണ്, അതുപോലെ തന്നെ നല്ല രീതിക്ക് പടം വരയ്ക്കുന്ന ആളാണ്. പിന്നെ പുള്ളിക്കാരി തന്നെ പറയുന്നുണ്ട്, ഞാൻ കുറച്ച് ദേഷ്യപ്പെടുന്ന ടൈപ്പാണ്. അപ്പോൾ എന്താണെങ്കിലും നമുക്ക് അകത്ത് പോയിട്ട് കാണാം, അകത്തുള്ളവർ എങ്ങനെ എന്നോട് പെരുമാറുന്നു അതുപോലെ ഇരിക്കും എൻ്റെ പെരുമാറ്റം എന്നാണ് പുള്ളിക്കാരി പറയുന്നത്. പക്ഷേ എനിക്ക് തോന്നുന്നത് പുള്ളിക്കാരിക്ക് മലയാളത്തിൽ സംസാരിക്കാനായിട്ട് പ്രോപ്പറായിട്ട് പറ്റുന്നില്ല, അതുപോലെ ഫീൽ ചെയ്തു. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് ശ്രീനുവിനെ കുറിച്ചുള്ള അഭിപ്രായം തീർച്ചയായിട്ടും താഴെ കമൻറ്റായിട്ട് രേഖപ്പെടുത്താൻ ശ്രമിക്കുക. അപ്പോൾ ശ്രീനു കൃഷ്ണൻ എന്നാണ് മുഴുവൻ പേര്. അപ്പോൾ കൂടുതൽ അപ്ഡേറ്റ്സ് കാര്യങ്ങൾ നമ്മൾ അടുത്ത വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും.